ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകും എന്നതിന് ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വിഷയമായി. ഈ തെരഞ്ഞെടുപ്പിൽ അത് വരുന്നതിന് മുമ്പ് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ആളുകൾ മുഴുവൻ CPM-കാരാണ്, അറിയപ്പെടുന്ന CPM-കാരാണ്. പത്മകുമാർ ആയാലും അല്ലെങ്കിൽ വാസു ആയാലും ഒക്കെ അതെ. ഇത് കൊള്ള മുഴുവൻ നടന്നത് CPM ഭരണം നടക്കുമ്പോഴാണ്. മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുമ്പോഴാണ്. ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോഴാണ്. ഇതാണ് കാര്യം. ഇത് വല്ലാതെ വിവാദമായപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാണ് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയം. കൊടിമര പ്രതിഷ്ഠ 2016 നടന്നതെങ്കിലും ആ കാലത്ത് അജയ് തറയിൽ അടക്കമുള്ള UDF നേതാക്കളാണ് അന്ന് ബോർഡിൽ ഉണ്ടായിരുന്നത്. അതിൽ ബോർഡിൽ ഒരു LDF-ന്റെ മെമ്പർ ഉണ്ടായിരുന്നു. കാരണം സമയം അനുസരിച്ച് അവരിങ്ങനെ ആളെ മാറ്റും. ഒരു LDF മെമ്പർ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല. അദ്ദേഹം എന്ത് പഴം മുഴുങ്ങി തന്നെയായിരുന്നു എനിക്കറിയില്ല. ഏതായാലും അന്ന് കൊടിമര പ്രതിഷ്ഠയിൽ ഒരുപാട് സ്വർണം വാങ്ങിയെന്നും 50 പവനും 60 പവനും എത്ര സ്വർണം കിട്ടിയെന്നും ആ സ്വർണത്തിന് കണക്കില്ല എന്നും അതൊക്കെ അടിച്ചു മാറ്റിയെന്നും UDF നേതാക്കൾക്കെതിരായി ആരോപണമായി ആണ് ഉന്നയിച്ചത്. അപ്പൊ അതിന്റെ ഗുണം ശബരിമലയിൽ കൊള്ള നടത്തിയത് ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ അഴിമതി അങ്ങനെയാണ്. ഇപ്പോ LDF 500 കോടി കട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ LDF-കാർ പറയും നിങ്ങൾ 250 കോടി കട്ടില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ 750 കോടി പോയി എന്നുള്ളത് അർത്ഥം. അതവിടെ നിൽക്കട്ടെ. മാത്രമല്ല ഭരണത്തിലിരിക്കുന്ന ആരാണ്, ഇത് കണ്ടുപിടിക്കാൻ ബാധ്യതപ്പെട്ടത് ആരാണ്, എന്തിനാണ് ഇവിടെ ആഭ്യന്തര വകുപ്പ്, എന്തിനാണ് ദേവസ്വം ബോർഡ്, എന്തിനാണ് ദേവസ്വം മന്ത്രി എന്നുള്ള ചോദ്യമൊക്കെ വേറെ ഉണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും അതവിടെ നിൽക്കട്ടെ. ഏതായാലും അതിനുവേണ്ടിയാണ് കൊടിമര വിവാദം കൊണ്ടുവന്നത്. കൊടിമര വിവാദം കൊണ്ടുവന്നു. ആ വിവാദത്തിൽ സ്വർണം അടിച്ചു മാറ്റി. അജയ് തറയിൽ ഇപ്പൊ അറസ്റ്റിലാവും, അജയ് തറയിലിനെ നാളെ ചോദ്യം ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ആകെ പ്രശ്നമാണ്. കോൺഗ്രസ്സുകാരാണ് കൊള്ള, കോൺഗ്രസ്സുകാരാണ് പോറ്റിയെ കയറ്റിയത്. അത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ സംഭവിച്ചത് ഇന്ന് സംഭവിച്ചത് എന്താ? ഹൈക്കോടതി അതിലിടപെട്ടു, സ്വമേധ ഇടപെട്ടു. ഇങ്ങനെ വിവാദം വരുമ്പോൾ ഇടപെടാതിരിക്കാൻ പറ്റൂ? ഹൈക്കോടതി നേരെ വിജിലൻസിനോട് ഇത് അന്വേഷിച്ച് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ഇന്നാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ 31 മുമ്പ് മറ്റേ കട്ടിലപ്പാള്ളിയുടെയും മറ്റേ അതിൻ്റെയൊക്കെ കേസ്, അതിന്റെ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ നടക്കില്ല. കാരണം എന്തോ ഫോറൻസിക് റിപ്പോർട്ട് വരാനുണ്ട്, ഹൈദരാബാദിൽ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കൊടിമര വിഷയത്തിലേക്ക് വരാം. കൊടിമര വിഷയത്തിൽ മോഹൻലാൽ സ്വർണം കൊടുത്തു, മറ്റു പലരും സ്വർണം കൊടുത്തു, സുരേഷ് ഗോപി കൊടുത്തു, ആ സ്വർണ്ണം ഒന്നും കാണാനില്ല എന്ന രൂപത്തിൽ പ്രചരണം നടത്തിയ ആ കേസ് എന്താണ് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത്? ആ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വിജിലൻസ് പറഞ്ഞു അവിടെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഈ കൊടിമരത്തുമേലുള്ള വാഹനം, ആ സംഗതി വിഗ്രഹം തന്ത്രിക്ക് കൊടുത്തത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധി അടക്കം അവിടെ ഉണ്ടായിരുന്നു. ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷനുണ്ട് അന്ന് അവിടെ. ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷന്റെ കൂടി ഇതിലാ കൊടുത്തത്. മാത്രമല്ല അത് സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് ഈ കമ്മീഷൻ നേരെ ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ദേവൻ രാമചന്ദ്രൻ അത് എന്ന ജഡ്ജി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യാതൊരു കുഴപ്പമില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കേസാണ് ഇപ്പൊ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ നോക്കിയത്. അടി കിട്ടിയ പോലെയായി CPM, അടി കിട്ടിയ പോലെ. കോൺഗ്രസ്സുകാരും കൂടി ഇതിലുണ്ട് എന്ന് പറയല്ലാതെ ഞങ്ങളില്ല എന്നല്ല CPM പറഞ്ഞത്. കോൺഗ്രസ്സുകാരും കൂടി ഉണ്ടെന്നാ. ഇപ്പൊ അവരില്ല. അപ്പൊ നമ്മൾ മാത്രമായി. അപ്പൊ എന്ത് ചെയ്യും? പത്മകുമാറും വാസുവും ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്നേ. പത്മകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നുള്ളൂ. പത്മകുമാറിനെ തെരഞ്ഞെടുപ്പിന് വരണ്ട. കാരണം ശരിയാ, പത്മകുമാർ കേരളത്തിൽ ഒരു പര്യടനം നടത്തിയാൽ CPM-ന് മറ്റേ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയുണ്ട് അല്ലേ? പത്മകുമാറിനെ ഒന്ന് ആറന്മുളയോ അല്ലെങ്കിൽ കോന്നിയിലോ റാന്നിയിലോ ഒക്കെ പത്മകുമാറിനെ ഒന്ന് പ്രസംഗിപ്പിക്കുന്നേ കൊണ്ടുവന്ന്. എന്താ പ്രസംഗിപ്പിക്കാത്ത? പാർട്ടി മെമ്പറാണല്ലോ പത്മകുമാർ. അപ്പോ പത്മകുമാറിനെ ഒതുക്കി നിർത്തി. ഇവരെ അങ്ങ് കുടുക്കിയാൽ ഈ 31 മുമ്പ് കുറ്റപത്രം കൊടുക്കുമ്പോൾ അജയ് തറയിൽ പ്രതിപട്ടികയിൽ എന്ന് വന്നാൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നവരുടെ ദിവാസ്വപ്നമാണ് പൊളിഞ്ഞുപോയത്. ആ സ്വപ്നം പൊളിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ആ സ്വപ്നം പൊളിഞ്ഞോടുകൂടി പിണറായി വിജയന്റെ ശബരിമല പ്ലാൻ മുഴുവൻ പൊളിഞ്ഞു. ഇനിയിപ്പോ ഒരു പ്ലാനും ഇല്ല. ഇനിയിപ്പോ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ ആയിട്ട് UDF-കാർക്ക് ഇറങ്ങാം. അപ്പൊ കള്ളക്കേസാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് പരാതി കൊടുത്തത് എന്ന് വന്നതോടുകൂടി ഇനി മുഴുവൻ ഉത്തരവാദിത്വവും
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ, അത് ദ്വാരപാലക ശില്പത്തിൻ്റെ ആയാലും കട്ടിലപ്പാളിയുടെ ആയാലും മറ്റെന്തായാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒറ്റയടിക്ക് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് വന്നു, കടകംപള്ളിക്ക് വന്നു, പത്മകുമാറിന് വന്നു, ഇപ്പോഴത്തെ മന്ത്രി ഉണ്ടെങ്കിൽ അയാൾക്ക് വന്നു. എല്ലാവരും ഇതിൽ നേരിട്ടോ അല്ലാതെയോ പ്രതികളാവുന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇതുമൂലമുണ്ടാകും എന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്.